മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് താൽക്കാലിക ആശ്വാസം. SFIO അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ട് എക്സാലോജിക്ക് നൽകിയ ഹർജിയിൽ വിധി പറയാൻ മാറ്റി. വിധി പറയും വരെ അന്വേഷണം നിർത്തിവെക്കണമെന്ന് കർണാടക ഹൈക്കോടതി ഉത്തരവിട്ടു. SFIO ആവശ്യപ്പെട്ട രേഖകൾ നൽകാൻ എക്സാലോജിക്കിന് നിർദ്ദേശം നൽകി. മനീഷ് മൂർത്തി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, എന്താണ് കോടതി പറഞ്ഞത്? വേണു, താൽക്കാലിക ആശ്വാസം എന്ന് തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും. കാരണം എന്തായാലും തീയതി പ്രഖ്യാപിക്കാതെയാണ് താൽക്കാലികമായി കേസ് മാറ്റിവെച്ചിരിക്കുന്നത്, വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസ് നാഗപ്രസന്നയാണ് കേസ് പരിഗണിച്ചത്. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വിധി വരും വരെ, അതായത് ഈ കേസിൽ ഈ സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എക്സാലോജിക്കിന്റെ കേസിൽ വിധി പറയുന്നത് വരെ തുടർ നടപടികളുമായി SFIO മുൻപോട്ട് പോകാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു കാലയളവിൽ SFIO ആവശ്യപ്പെട്ട രേഖകൾ എക്സാലോജിക്ക് നൽകണം എന്നുള്ളൊരു കാര്യവും എന്തായാലും ഈ ഒരു വിധിയുടെ ഭാഗമായുണ്ട്. ഇനിയിപ്പോൾ എന്നായിരിക്കും ഈ കേസിൽ വിധി പറയുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും താൽക്കാലിക ആശ്വാസം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇത് പറയാൻ വേണ്ടി സാധിക്കും. എന്തായാലും രണ്ട് ഭാഗവും, അത് ഇരു ഭാഗങ്ങളും കൃത്യമായി തന്നെയാണ് കാര്യങ്ങൾ എന്തായാലും കോടതിയിൽ ഇന്നിപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് അരവിന്ദ് ദത്താറാണ്, എക്സാലോജിക്കിന് വേണ്ടി അഡ്വക്കേറ്റ് അരവിന്ദ് ദത്താറാണ് ഹാജരായത്. അദ്ദേഹം പറഞ്ഞത് ഈ രണ്ട് രീതിയിലുള്ള അന്വേഷണം, അതായത് രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നു, അതിനൊപ്പം തന്നെ SFIOയുടെ അന്വേഷണവും നടക്കുന്നു. ഇത് രണ്ടും ഒരേ കേസിൽ ഈ രീതിയിൽ രണ്ട് അന്വേഷണം നടക്കുന്നതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല 210 കമ്പനി നിയമപ്രകാരം 210 പ്രകാരമാണ് രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നത്. ഇത് 212 എന്ന് പറയുന്ന ഒരു വകുപ്പ് പ്രകാരമാണ്. അത് UAPA പോലുള്ള അതികഠിനമായ നിയമമാണ്. സഹാറ പോലുള്ള ഗ്രൂപ്പുകൾ നൂറുകണക്കിന് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ സഹാറ പോലുള്ള ഗ്രൂപ്പുകളിന്മേൽ ആ രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുമ്പോൾ എടുക്കുന്ന കേസാണ് 212 വകുപ്പ് പ്രകാരം കേസെടുക്കുന്നത്. അതാണ് എന്തായാലും ഈ 1,76,00,000 രൂപയുടെ ഒരു ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ എടുത്തിരിക്കുന്നത്. തുടങ്ങിയ കാര്യങ്ങളാണ് എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ അരവിന്ദ് ദത്താർ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതിനൊക്കെ കൃത്യമായി തന്നെ കൗണ്ടർ ചെയ്തിരുന്നു SFIOക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഡീഷണൽ സോളിസിറ്റർ ജനറൽ കെ അരവിന്ദ് കമ്മത്ത്. അദ്ദേഹം പറഞ്ഞത്, ഈ പറഞ്ഞ അന്വേഷണത്തിനിടയിൽ, അതായത് ഇപ്പൊ നിലവിൽ ഇതുവരെ നടത്തിയ അന്വേഷണത്തിനിടയിൽ ആദായ നികുതി രേഖകൾ പരിശോധിച്ചിരുന്നത് 135 കോടി രൂപ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം മനസ്സിലാക്കുന്നു. മാത്രമല്ല സേവനം നൽകാതെ 1,76,00,000 രൂപ എക്സാലോജിക്ക് കൈപ്പറ്റിയതായി തെളിഞ്ഞിരിക്കുന്നു. ഇത് എല്ലാം തന്നെ ഇത് ഇൻകം ടാക്സ് രേഖകളിൽ നിന്ന് ലഭിച്ച വിവരമാണ്. പക്ഷേ മറ്റൊരു കാര്യം, SFIO അതായത് ഈ ഘട്ടത്തിൽ ഈ അന്വേഷണം റദ്ദാക്കണമെന്നുള്ള ഹർജി എത്രത്തോളം നിലനിൽക്കുമെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. മാത്രമല്ല അന്വേഷണത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത് ഹർജിക്കാരന് ചൂണ്ടിക്കാണിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും രേഖകൾ പ്രകാരം 135 കോടി രൂപയുടെ ഇടപാടാണ് നടന്നിരിക്കുന്നത്. പക്ഷേ സുതാര്യമല്ലാതെ അതിലധികം കോടി രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന സംശയവും എന്തായാലും SFIO ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ക്രോഡീകരിച്ചാണ് എന്തായാലും താൽക്കാലികം ഈ വിധി പറയാനായി കേസ് അപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. അത് താൽക്കാലികമായ ഒരു ആശ്വാസം എന്ന രീതിയിൽ തന്നെ എക്സാലോജിക്കിനും അതുപോലെ തന്നെ വീണ വിജയനും ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. എന്തായാലും വിധി വരും വരെ അന്വേഷണം തുടർ നടപടികളെല്ലാം തന്നെ നിർത്തിവെക്കണം എന്നുള്ള നിർദ്ദേശം SFIOക്ക് നൽകിയിരിക്കുന്നു. എക്സാലോജിക്കിന് SFIO ആവശ്യപ്പെട്ട രേഖകൾ നൽകണം എന്നുള്ളൊരു നിർദ്ദേശവും ഇപ്പോൾ കോടതി നൽകിയിട്ടുണ്ട്. മനീഷ, ഈ രേഖകൾ നൽകണമെന്ന് പറയുമ്പോൾ തന്നെ അന്വേഷണത്തിന്റെ ഗതിയുമായി സഹകരിക്കുക, അതതിൻ്റെ സ്വാഭാവിക വഴിക്ക് പോകട്ടെ എന്ന ഒരു നിരീക്ഷണം ആണ് കോടതി നടത്തിയതെന്ന് കരുതാമോ? എന്ന് വെച്ചാൽ കടുത്ത നടപടികളിലേക്ക് പോകേണ്ട, എക്സാലോജിക്ക് സഹകരിക്കുക, SFIO അതിനനുസരിച്ചുള്ള തുടർ നടപടികളിലേക്ക് പോവുക, അങ്ങനെയാണോ വിധി വരുന്നത് വരെ ഒരു സമീപനമായി SFIO പുലർത്തേണ്ടതെന്ന് കോടതി നിർദ്ദേശിക്കുന്നത്? അതായത് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ തന്നെ പറയാം. കാരണം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും വീണ വിജയന്റെ നോട്ടീസും തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ വന്ന ഒരു സാഹചര്യത്തിലാണ് വളരെ വേഗത്തിൽ ഈ ഒരു സ്റ്റേ ഓർഡറുമായി അല്ലെങ്കിൽ സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി എന്തായാലും കർണാടക ഹൈക്കോടതിയിൽ വരുന്നത്. അപ്പോൾ എക്സാലോജിക്ക് എന്തായാലും ഈ അന്വേഷണവുമായി സഹകരിക്കാനുള്ള സാധ്യതയില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ മുൻപോട്ട് പോകാനുണ്ടായിരുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത്. അതിനെതിരെയാണ് ആ ഒരു ഘട്ടത്തിലാണ് എന്തായാലും ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു തീരുമാനം ഇപ്പോൾ, അല്ലെങ്കിൽ ഒരു വിധി ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ വിധി പറയുന്നത്, വിധി പുറപ്പെടുവിക്കുന്നത് വരെ, വിധി പറയാനായി മാറ്റുന്നു, വിധി പുറപ്പെടുവിക്കുന്നത് വരെ എന്തായാലും അന്വേഷണം താൽക്കാലികമായി നിർത്തിവെക്കുക, തുടർ നടപടികൾ എന്തായാലും പാടില്ല. പക്ഷെ അതേസമയം തന്നെ എക്സാലോജിക്കിനോടും ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. എക്സാലോജിക്ക് SFIO ആവശ്യപ്പെടുന്ന രേഖകളെല്ലാം കൃത്യമായി നൽകണം എന്നുള്ളൊരു നിർദ്ദേശവുമാണ് എന്തായാലും കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മനീഷ്, SFIOക്ക് രേഖകൾ നൽകണം എന്ന് വീണയോടും എക്സാലോജിക്കിനോടും കോടതി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എക്സാലോജിക്കിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം രണ്ട് അന്വേഷണം നടക്കുന്നു, അത് തടയണമെന്നതാണല്ലോ. പക്ഷെ ഒരർത്ഥത്തിൽ കോടതി പറയുന്നത് ഈ രണ്ടാമത്തെ അന്വേഷണത്തോട് സഹകരിക്കണമെന്നല്ലേ?
ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ വിധിയെ കാണാം. എന്തായാലും രണ്ടന്വേഷണം നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് എക്സാലോജിക്കിന്റെ അഭിഭാഷകനായിട്ടുള്ള അരവിന്ദ് ദത്താർ പറഞ്ഞത്. അത് 210 പ്രകാരവും 212 പ്രകാരം ഈ രണ്ട് പ്രകാരമുള്ള അന്വേഷണം നടക്കുന്നു. അത് നിയമപരമല്ല എന്നുള്ളൊരു കാര്യമാണ് എന്തായാലും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതെല്ലാം ഈ വിധി വരുമ്പോൾ അതിനെല്ലാം കൃത്യമായി തന്നെ കോടതി നോക്കിക്കാണുമെന്നുള്ളതാണ്. ഇതിപ്പോൾ താൽക്കാലികമായി കോടതി വിധി വരുന്നത് വരെയുള്ള ഒരു സമയം, അത് എന്നാണത് കോടതി വിധി വരിക എന്ന് നമുക്കിപ്പോൾ പറയുക വയ്യ. എന്തായാലും അത് വരുന്നത് വരെയുള്ള ഒരു സമയത്തേക്ക് ഉള്ള ഒരു ഉത്തരവായിട്ടാണ് എന്തായാലും ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. അതിൽ സഹകരിക്കണമെന്ന് പറയുന്നു. അതായത് രേഖകൾ നൽകണമെന്ന് തന്നെയാണ് എക്സാലോജിക്കിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. സമാനമായ രീതിയിൽ തന്നെ ഈ പറഞ്ഞ രീതിയിൽ SFIയോട് താൽക്കാലികമായ അന്വേഷണം, അതായത് തുടർ നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിലപാടും എന്തായാലും കോടതി എടുക്കുന്നു. അപ്പോൾ താൽക്കാലിക ആശ്വാസം എന്ന് പറയുമ്പോൾ താൽക്കാലികമായ അന്വേഷണം നിർത്തിവെക്കുന്നു, അല്ലെങ്കിൽ താൽക്കാലികമായി മറ്റ് തുടർ നടപടികൾ നിർത്തിവെക്കുന്നു എന്ന് പറയുമ്പോഴും പക്ഷേ രേഖകൾ നൽകണം എന്നുള്ളൊരു നിർദ്ദേശം എന്തായാലും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ട്. ശരി, മനേഷ് മൂർത്തിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട വാർത്തയാണ്. വീണ വിജയന് ആശ്വാസം. കർണാടക ഹൈക്കോടതിയിൽ SFIO അന്വേഷണത്തെ എതിർത്തുകൊണ്ട് വീണ വിജയൻ ഹർജി നൽകിയിരുന്നു. അതിൽ വാദം കേട്ട ശേഷം കോടതി അത് വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. അതുവരെ കടുത്ത നടപടികൾ പാടില്ല, തുടർ നടപടികൾ പാടില്ല എന്ന നിർദ്ദേശം SFIOയ്ക്ക് നൽകിയിരിക്കുകയാണ്. മാത്രമല്ല എക്സാലോജിക്ക് SFIOയ്ക്ക് വേണ്ട രേഖകളെല്ലാം നൽകണം എന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു.